മൈലാട്ടിയിലെ ഉദുമ ടെക്സ്റ്റൈൽ മിൽ വിപുലമാക്കാൻ പദ്ധതിയൊരുങ്ങുന്നു. CH കുഞ്ഞമ്പു MLA നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടിയിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ് ഇക്കാര്യം അറിയിച്ചത്. This news sponsored by We are going to learn a new word, that is aura. Aura Home Center. Aura ഓരോ വീടും. കേരള ടെക്സ്റ്റൈൽ കോർപ്പറേഷന് കീഴിലുള്ള ഉദുമ ടെക്സ്റ്റൈൽ സ്പിന്നിംഗ് മില്ലിൽ നെയ്ത്ത്, കളർ ചെയ്യൽ, സംസ്കരണം, റെഡിമെയ്ഡ് യൂണിറ്റുകൾ തുടങ്ങുന്നതിനും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്നതിനുമുള്ള പദ്ധതി രൂപരേഖയാണ് തയ്യാറാകുന്നത്. നിയമസഭയിൽ ഉദുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടിയിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ് ഇക്കാര്യം അറിയിച്ചത്. ഇപ്പോൾ നൂലുൽപാദന യൂണിറ്റ് മാത്രമാണ് ടെക്സ്റ്റൈൽ മില്ലിൽ പ്രവർത്തിക്കുന്നത്. 2021 ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ 84.73 ലക്ഷം രൂപ പ്രവർത്തന ലാഭവും 6 കോടിയോളം രൂപ വിറ്റുവരവുമുണ്ട്. 2011 ജനുവരി 28 ആരംഭിച്ച സ്പിന്നിംഗ് മിൽ നിയമന വിവാദത്തെ തുടർന്ന് ഏറെക്കാലം അടച്ചിട്ടിരുന്നു. കാസർഗോഡ് വികസന പാക്കേജിൽ 10 കോടി രൂപ ചെലവഴിച്ച് നവീകരണം നടത്തി 2018 മില്ലിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചത്. സമീപത്തെ 10 ഏക്കർ സ്ഥലം കൂടി ഉപയോഗപ്പെടുത്തി ടെക്സ്റ്റൈൽ സ്പിന്നിംഗ് മിൽ വികസിപ്പിക്കണമെന്നും കൂടുതൽ നൂലുൽപാദന ശേഷി ഉണ്ടാക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. വകുപ്പ് മന്ത്രി മറുപടിയിൽ അറിയിച്ച പദ്ധതികൾ നിലവിൽ വന്നാൽ ടെക്സ്റ്റൈൽ മേഖലയിൽ സ്ഥാപനത്തിനും കാസർഗോഡ് ജില്ലയ്ക്ക് തന്നെയും അത് വൻ വികസന കുതിപ്പേകും. ന്യൂസ് ബ്യൂറോ, ഉദുമ.